ഇത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ചാന്ദിനി പാർക്ക് ബാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ആരോ നമ്മുടെ അടുത്ത് പറഞ്ഞു ഏറ്റവും നല്ല ചോറും ഫിഷ് കറിയും കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളന്ന് ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ സംഭവം ഒന്നും കാണിക്കാനുള്ള, എല്ലാ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിലുള്ളത് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, നൂഡിൽസ്, അല്ലെങ്കിൽ ചോറ്, കറി, ഫിഷിൻ്റെ എന്തെങ്കിലും ഐറ്റംസ്. ഇതിൽ കൂടുതലൊന്നും അവിടെ ഉണ്ടാവാറില്ല. പിന്നെ മുട്ട പുഴുങ്ങിയതും ഉണ്ടാവും. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇത് CP എന്ന് പറയുന്ന 1986 സ്റ്റാർട്ട് ചെയ്തൊരു പ്രസ്ഥാനമെന്ന് പറയുന്ന ബാറാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു, ഹാപ്പിയായിട്ട് തിരിച്ച് വണ്ടിയിൽ വന്നു. പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വെക്കേഷൻ ആയതുകൊണ്ടുള്ളൊരു കറക്കമാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ നല്ല ഫുഡ് എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അവിടെ കഴിച്ച്. അപ്പോൾ അവിടെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെറിയ വീഡിയോസൊക്കെ എടുക്കാമല്ലോ. ആ ഒരു പ്ലാനിങ്ങും കൂടിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങളവിടെ നിന്ന് നൈസായിട്ട് ആ ബാറിലെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞു. ഞങ്ങളവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആ കളമശ്ശേരി ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ഫ്ലാറ്റ്, മിക്കപ്പോഴും മെട്രോയിലും ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിലേക്കൊന്ന് നോക്കും കേട്ടോ. വേറെ ഒന്നുമില്ല, ഈ ഫ്ലാറ്റിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ എല്ലാ ഫ്ലാറ്റ് ഉടമകളുടെയും വീടിന് ചുറ്റും നിറയെ പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഭയങ്കര, നമുക്ക് മനസ്സിന് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു രസമുള്ളൊരു ഫ്ലാറ്റ്. ആ ഫ്ലാറ്റൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ നൈസായിട്ട് ഇങ്ങനെ കാർ ഓടിച്ച് അങ്ങനെ വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ, കളമശ്ശേരി അപ്പോളോ എത്തുന്നതിന് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു നൈസ് പള്ളിയുണ്ട്. നല്ല രസമുള്ളൊരു പള്ളിയാണ്. പക്ഷേ വന്ന വഴിക്ക് അതും പകർത്തി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ദിവസം ഞങ്ങൾ മറക്കില്ല. കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സന്തോഷമായിട്ട് പോയിട്ട് വന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈഫിൽ കിട്ടുന്ന കുറച്ച് സമയം അത് മാക്സിമം ചെറിയ യാത്രകളിലൂടെയൊക്കെ മനസ്സിൻ്റെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കുക. എല്ലാവർക്കും ബൈ, ടാറ്റ.